നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയിൽ നമസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ്ണപ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. എല്ലാവർക്കും നമസ്കാരം. കാശ്യപതക്ഷക സംവാദത്തിൻ്റെ തുടക്കമാണ് നമുക്കിന്ന് നോക്കേണ്ടത്. തക്ഷകൻ മൂലമേ മൃത്യു വരും പ്രജാരക്ഷകനായ രാജാവിനെന്നതും തക്ഷണം കേട്ടു നൃപവരാജീവനം രക്ഷിപ്പൻ എന്നു പുറപ്പെട്ടു കാശ്യപൻ. കാശ്യപൻ പുറപ്പെട്ടു. തക്ഷകൻ മൂലം രാജാവിന് ശാപം വരും, മരണം വരും എന്നുള്ള ശാപം കിട്ടിയിട്ടുണ്ട്. അത് കാരണം ആ ഉത്തമനായ രാജാവിനെ നിലനിർത്തണം, അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തണം എന്ന് വിചാരിച്ച് കാശ്യപൻ പുറപ്പെട്ടു. വലിയ വിഷവൈദ്യൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ വഴിക്ക് അങ്ങനെ പോകുമ്പോൾ ഒരു വൃദ്ധ താപസനെ കാണുകയാണ്. വൃദ്ധ താപസൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നിന്ന് നമസ്കാരമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വൃദ്ധ താപസൻ തക്ഷകൻ വേഷം മാറി വരുന്ന ആളാണ്. എന്നിട്ട് രണ്ടുപേരും കൂടിയുള്ള സംവാദമാണ്. കാശ്യപൻ ഈ തക്ഷകന്റെ അച്ഛൻ തന്നെയാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തക്ഷകൻ പറയണം, അയ്യോ അങ്ങ് പോകരുത്, അങ്ങ് അടങ്ങണം, ഈ പ്രവൃത്തിയിൽ നിന്ന് അടങ്ങി അങ്ങ് മടങ്ങണം എന്ന് പറയണം. കശ്യപൻ പറഞ്ഞു, എല്ലാ വിഷയവും എനിക്ക് സംഹരിക്കാനുള്ള കഴിവുണ്ട്, പിന്നീട് ഒരു മൂർഖന്റെ വിഷം അതൊക്കെ ഞാൻ സംഹരിച്ചോളാം എന്ന് പറഞ്ഞു. തക്ഷകൻ ചോദിക്കുകയാണ്, എന്താണ് അതുകൊണ്ട് എന്താ അങ്ങേക്ക് കിട്ടുന്നതെന്ന് പറയും. കശ്യപൻ പറയാണ്, ധാരാളം പുണ്യം കിട്ടും, രാജാവിൻ്റെ അടുത്ത് നിന്നും പരിവാരങ്ങളുടെ അടുത്ത് നിന്നും ധാരാളം പണം കിട്ടും, പിന്നെ ഇങ്ങനെ ദിവ്യനായ ശ്രീകൃഷ്ണന്റെ മരുമകന്റെ മകനായിട്ടുള്ള രാജാവ് വാഴന്നെ വേണം എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അത് ഭൂമിക്ക് നല്ലതാണ്. ഇപ്പൊ തക്ഷകൻ പറയണം, ബ്രാഹ്മണ ശാപം ആർക്കും തടുക്കാവതല്ല. അല്ല, അങ്ങയുടെ ഔഷധം എൻ്റെ വിഷത്തെ തടുക്കുക നോക്കട്ടെ, എൻ്റെ പ്രാഗൽഭ്യം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശരിയായ രൂപം കൈക്കൊണ്ട് ശരിയായ തക്ഷകനായിട്ട് അവിടെ അടുത്തുള്ള ഒരു വടവൃക്ഷത്തിനെ ആഞ്ഞുകുത്തുന്നു. ക്ഷണത്തിൽ വടവൃക്ഷം ഭസ്മമായിട്ട് മാറുന്നു. എന്നിട്ട് കശ്യപനെ നോക്കി. കശ്യപനൊരു വിഷമമുണ്ടായില്ല. അദ്ദേഹം അവിടെ ഇരുന്നൊരു മന്ത്രം, വിഷഹരമായ മന്ത്രം നിലം തൊട്ട് ജപിച്ചു. വടവൃക്ഷം അതാ തൈ വന്നു, തൈ അങ്ങ് തളിർത്തു, വലിയ മരമായി തളിർത്ത് ധാരാളം ശാഖകളായിട്ട് അങ്ങനെ പടർന്ന് പന്തലിച്ച് അങ്ങനെ പഴയതിനേക്കാൾ പ്രാഗൽഭ്യത്തോടു കൂടി അങ്ങനെ പന്തലിച്ച് നിന്നപ്പോൾ തക്ഷകൻ സമ്മതിച്ചു, അങ്ങയുടെ വിദ്യ സമ്മതിച്ചു. എൻ്റെ വിഷവും ബ്രാഹ്മണ ശാപം കൂടി ആ രാജാവിന് ബ്രഹ്മപ്രളയ സമമായിരിക്കും. ബ്രഹ്മപ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ട് ഒന്നുമില്ലാണ്ടാവും. സാധാരണ പ്രളയമല്ല, കൽപ്പാന്തത്തിലെ പ്രളയമാണത്. 4 തരം പ്രളയമൊക്കെ ഭാഗവതത്തിൽ പറയണം, നമുക്ക് ഓർക്കാം ഈ സമയത്ത്. നിത്യ നൈമിത്തികം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണ ശാപം എൻ്റെ വിഷം കൂടിയ ബ്രഹ്മപ്രളയ സമമായിട്ട് മാറും. അത് അദ്ദേഹത്തിന് കിട്ടണം. അങ്ങയുടെ വിദ്യ ഉത്തമം തന്നെ, അങ്ങൊരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ധാരാളം ധനം, രത്നം എന്നൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ മടക്കുകയാണ്. കശ്യപൻ വിചാരിച്ചു, എൻ്റെ ഭാര്യയുടെ ശാപം സത്യമാവണമല്ലോ, എന്തായാലും മടങ്ങാം. ഭാര്യ മക്കളെ ശപിച്ചിട്ടുണ്ട്, കദ്രു ശപിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ തീയിൽ വെന്ത് ചാവുന്നു. എന്നിട്ട് പിന്നെ തക്ഷകൻ തൻ്റെ സുഹൃത്തുക്കളെ ആയിട്ടുള്ള സർപ്പങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ബ്രാഹ്മണ വേഷം ധരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തണം. ബ്രാഹ്മണന്മാർക്ക് അവിടെ ചെല്ലാൻ വിഷമില്ല. അപ്പൊ അദ്ദേഹം വലിയൊരു ആരും വരാതെ വളരെ ശ്രദ്ധയോടുകൂടി പ്രത്യേക ഒരു പ്രാസാദമൊക്കെ ഉണ്ടാക്കി അതിലാണ് താമസം എന്ന് കേട്ടു. ഇപ്പൊ ബ്രാഹ്മണർക്ക് അവിടെ ചെല്ലാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ബ്രാഹ്മണ വേഷം ധരിച്ച് പോവുക, കുറെ ധാരാളം ഫലങ്ങളൊക്കെ കൊണ്ടുപോവുക, ഒരു ഫലത്തിൻ്റെ ഉള്ളിൽ ഒരു പുഴുവായിട്ട് ഞാനും ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് അതിന് തയ്യാറാവാണ്. ഇവിടെ പരീക്ഷിത് രാജാവാകട്ടെ തനിക്ക് ശാപം കിട്ടി, തൻ്റെ കുലമല്ല
നശിക്കുക താനാണെന്നുള്ളതുകൊണ്ട് കുറേ സമാധാനത്തോടുകൂടി അങ്ങനെ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണനെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ഷോഡശദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. പ്രേതമുദ്ദിശതീയതേ എന്നാണ് പറഞ്ഞത് ഷോഡശദാനത്തിനെ പറ്റി. ശയ്യ, അതുപോലെ തന്നെ പശുക്കളെ, കണ്ണാടി, ചീപ്പ്, ചെരുപ്പ്, അങ്ങനെയുള്ള കുറേ ഇതാണ് ഷോഡശദാനം ചെയ്യുക. ഒരു പ്രേതത്തിന് ഗതി കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷോഡശദാനമൊക്കെ മുൻകൂട്ടി തന്നെ ചെയ്തു. അഗ്നികാര്യമെല്ലാം ചെയ്ത് അഗ്നിയിലെല്ലാം ഹോമിച്ച ശേഷം ദാനം കൊണ്ട് ശുദ്ധനായി വന്ന് മകനായ ജനമേജയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കണ്ണീർ വാർത്തു. എന്നിട്ട് അങ്ങനെ ആ ഗംഗാ നദിയുടെ മധ്യത്തിൽ ഒരു പ്രത്യേകം പ്രാസാദം ഉണ്ടാക്കിയിട്ടുണ്ട്. തക്ഷകൻ എന്തായാലും കിടക്കാൻ പറ്റില്ല എന്നുള്ള അത്രയും സുരക്ഷയോടുകൂടി ഒരു പ്രാസാദം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബ്രാഹ്മണന്മാരെ, മുനീന്ദ്രന്മാരെ, ശിഷ്യന്മാരെ, ദാസന്മാര് അവരോടൊക്കെ കൂടി അവർ അകമ്പടിയോടുകൂടി അദ്ദേഹം അങ്ങോട്ട് കയറുന്നു. എന്നിട്ട് എല്ലാവരും അവിടെ യഥായോഗ്യം ഇവരൊക്കെ ഇരുത്തി പ്രായോപവേശത്തിന് പുറപ്പെടുകയാണ്. ആ ഗംഗാനദിയുടെ വടക്ക് ഭാഗത്ത് ദർഭ കിഴക്കോട്ട് വിരിച്ച് ഇദ്ദേഹം വടക്ക് ഇരിക്കുകയാണ്. എങ്ങനെയാണോ നമ്മുടെ ദർഭ വിരിച്ച് അതിൽ പിണ്ടം നൽകുന്നത്, അതുപോലെ ആത്മപിണ്ഡം സമർപ്പയാമി, ആത്മപിണ്ഡം കൊടുക്കുകയാണ്. അവനവൻ്റെ പിണ്ടം കൂടി വെച്ച് കഴിഞ്ഞു. ഇനി എന്താ ചാവാം, കാക്ക കൊത്ത്, നർപ്പകൻ സാക്ഷകം വന്ന് കൊത്ത്, എന്ത് വേണമെങ്കിൽ ആവാന്ന് പറഞ്ഞ പ്രായോപവേശം ചെയ്യണം. പിന്നെ ഉപവാസമാണ്. പ്രായോപവേശം ചെയ്താൽ പിന്നെ ഒന്നും കഴിക്കില്ല. അങ്ങനെ പവിത്രമെല്ലാം ധരിച്ച്, ഒരു വ്രതമാണല്ലോ പ്രായോപവേശ വ്രതം, പവിത്രമെല്ലാം ധരിച്ച് ആ ഉപാസത്തിന് 3 പ്രദക്ഷിണം ചെയ്ത് ആ പരിഷത്ത്, ആ ബ്രാഹ്മണരും മഹർഷിമാരൊക്കെ ഉണ്ടല്ലോ അവരെ ഒന്ന് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് അവരോടൊക്കെ കൂടി അദ്ദേഹം പിന്നെ ചോദിക്കുകയാണ്. അനശനം ദീക്ഷിച്ചു ശുദ്ധനായി ധൃത്വാ പവിത്രം പുനരുപസത്തിനെ കൃത്വാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയം മാമുനീന്ദ്രന്മാരെ വന്ദിച്ചു ചോദിച്ചാൻ ഭൂമിദേവ ഉത്തമന്മാർക്കു നമസ്കാരം. അവരോട് ചോദിക്കണം. ഭാഗവതം വായിക്കുമ്പോൾ ഇതിലൊക്കെ ഭക്തിരസം വളരെ കുറച്ചും, ഇതിലത്ര ഭക്തിരസമില്ല. ഇതിനെങ്ങനെയാ ഒരു ശാപത്തിന് രക്ഷപ്പെടുക എന്നുള്ള മട്ടിലൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. പക്ഷെ ഭാഗവതത്തിലെല്ലാം ഭക്തിരസത്തിൽ അങ്ങനെ നമുക്ക് ഭഗവാങ്കൽ എല്ലാം സമർപ്പിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അതാണ് ഭാഗവതത്തിൻ്റെ എന്തിൻ്റെയും വ്യത്യാസം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.